ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഒരു നാടൻ കറിയാണ് കേട്ടോ. നാടൻ കറി പിന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ മീൻകറി വെച്ചിട്ടില്ല. അന്നേരം അത് ഒരു വെറൈറ്റി മീൻകറിയാണ് കേട്ടോ. എൻ്റെ വെറൈറ്റി മീൻകറിയാണ്. ഇതിന് മുന്നേ നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവണം, ഞാൻ പക്ഷേ വെച്ചിട്ടില്ല. അന്നേരം പരിപ്പും തക്കാളിയും പച്ചമുളകും ലേശം മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് കുക്കറിലിട്ട് 2 വിസിലടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് അതിന് അരയ്ക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളിൻ്റെ ഒരു അല്ലി, ചെറിയ ജീരകം, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അത് അരച്ചെടുത്ത് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അന്നേരം ഇതിപ്പോൾ കുഞ്ഞയിലാണ് കേട്ടോ ഇന്ന് മീനിന് കിട്ടിയേക്കുന്നത്. കുഞ്ഞയില എന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞു കുട്ടി അയിലകളാണ് കേട്ടോ. അന്നേരം നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് നമ്മൾ തേങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിപ്പോൾ തേങ്ങ മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ മിക്സീൻ്റെ ജാറും കൂടെ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. പിന്നെ കറി ലൂസായിട്ട് കുറച്ച് വേണം എന്നുള്ളവർക്ക് കുറച്ച് ലൂസായിട്ട് വെക്കാം. നമുക്ക് ഈ ഒരു ചാറ് വേണം കേട്ടോ. വെച്ചാൽ ചോറ് നമുക്ക് 3 നേരം ഇത് തന്നെ നമ്മൾ എടുക്കുക. രാവിലത്തേക്കും എടുക്കും, ഉച്ചക്കത്തേക്ക് എടുക്കും, രാത്രിത്തേക്കും എടുക്കും. പിന്നെ ഇവിടെ കറികളെല്ലാവർക്കും കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. നമ്മൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കണം. നമ്മൾ സാധാ വറവിടുമ്പോൾ തന്നെ കടുക് പൊട്ടിക്കുക, ഉള്ളി മൂപ്പിക്കുക, കരിവേപ്പിലിടുക, വറ്റൽമുളകിടുക, കറി താളിച്ചൊഴിക്കുക. അന്നേരം അത്ര തന്നെയുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാ മീൻ നന്നാക്കണം കേട്ടോ. മീൻ അയിലക്കുട്ടിയാണ്, അതുകൊണ്ട് പടപടേന്നുണ്ടെങ്കിൽ നന്നാക്കി തീരും കേട്ടോ. പടപടേന്ന് പറഞ്ഞിട്ട് വേഗം എന്നാണ് കേട്ടോ അർത്ഥം. ഞാൻ എൻ്റെ നാടൻ ഭാഷയിൽ പടപടേന്ന് അങ്ങോട്ട് അറിയാണ്ട് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അരുതാ മീൻ വേഗം നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കറി വെക്കാനായിട്ട് നമുക്ക് കുറച്ച് മതി, വറുക്കാനാണ് കൂടുതലായിട്ട് വേണ്ടത്. കുഞ്ഞാ മീനൊക്കെ മുറിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ ഇരുന്നത് ആ പഴയ കുട്ടികളുടെ പുസ്തകം എടുത്തിട്ട് വെട്ടി മുറിക്കലും വായിക്കലും എഴുതലും ഒക്കെ ആയിട്ട് ഓരോ പരിപാടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ കണ്ടോ ഇങ്ങനെ കത്രിക എടുത്ത് കുറേ മുറിച്ചൊക്കെ എടുക്കും. പിന്നെ കുട്ടികൾ മുറിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അരുതാ ചെറിയ സവാളയാണ് കേട്ടോ. അന്നേരം ഞാനൊരു 1.5 കഷ്ണം എടുത്തിട്ടുണ്ട്. കുഞ്ഞു സവാളയാണ്. അന്നേരം ഒരു 1.5 കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി ഒരു തക്കാളി എടുത്തിട്ട് നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ തക്കാളി ഇങ്ങനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ തോലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വരും വരെ ഒന്നിങ്ങനെ വാട്ടിയെടുക്കണം കേട്ടോ. അന്നേരം വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻകറിയിൽ പിന്നെ വാളംപുളി അപൂർവം കുടംപുളി ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് വാളംപുളി ഇട്ട് നമ്മൾ കറി വെക്കുള്ളൂ. എപ്പോഴും കുടംപുളി ഇട്ട മീൻകറി ആയിരിക്കും നമ്മളെ വീട്ടിലുണ്ടാവുക കേട്ടോ. പിന്നെ തക്കാളി ഉണ്ട് ഈ ഒരു അവസ്ഥയിൽ എടുക്കണം കേട്ടോ. തക്കാളി ഇങ്ങനെ തോലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വരുന്ന പരുവത്തിൽ. അതരത്തേക്ക് ഞാൻ തക്കാളി മാറ്റി പാടും ആ അടുപ്പത്തേക്ക് തന്നെ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവയിട്ടു. കടുക് ഞാൻ മീൻകറിയിൽ സ്വതവേ ഇടാറില്ല കേട്ടോ. ഉലുവയിട്ടു. അതൊന്ന് പൊട്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് തക്കാളീൻ്റെ തോലൊന്ന് പൊളിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് മൂപ്പിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളെ സവാളനെ ഒന്ന് വേഗം അങ്ങോട്ട് വാട്ടിയെടുക്കാം കേട്ടോ. സവാള ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരച്ച് വെച്ച തക്കാളിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു വീഡിയോ. അന്നേരം അന്ന് തൊട്ട് ഞാൻ ഇത് വെച്ച് നോക്കണം എന്ന് ഇങ്ങനെ മനസ്സിലുണ്ടായി, പക്ഷെ നടന്നില്ല കേട്ടോ. അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് ലേശം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മീൻകറിക്ക് അത്യാവശ്യം നല്ല എരിവും പുളിയും ഉപ്പും കറക്റ്റായിട്ട് ചാണ് വേണം കേട്ടോ. എന്നാലാണ് ഇവിടെ മീൻകറിക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ. ആർക്കാണെങ്കിൽ നമുക്ക് മീൻകറിക്ക് എരിവും ഉപ്പും പുളിയും മുളകും കറക്റ്റായിട്ടില്ലെങ്കിൽ ആ മീൻകറി ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. അതിവിടെ അത്യാവശ്യം എരിവ് കഴിക്കുന്നവരാണ് എല്ലാവരും. അന്നേരം നമ്മളെ മീൻ അരപ്പൊക്കെ നമ്മളെ തക്കാളി കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മീനും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അന്നേരം എൻ്റെ ക്യാമറാമാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറാമാൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോ കിട്ടിയിട്ടില്ല. അതായത് മീൻകറി അവിടെ അങ്ങനെ നന്നായി സെറ്റായി വന്നിട്ടുണ്ടോ, നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. മീൻകറീൻ്റെ ചാറാണ് മക്കൾ കൂട്ടുള്ളൂ. കഷ്ണം അങ്ങനെ അവർക്ക് ഇഷ്ടമില്ല എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ തിന്നുന്ന അവർ തോന്നുന്നില്ല. എന്താ വെച്ചാൽ എങ്ങനത്തെ മീനാണെങ്കിൽ അവർക്ക് മീൻകറിയത്തെ കഷ്ണം കൂട്ടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പൊരിച്ച മീനാണ് എത്ര വേണമെങ്കിൽ തിന്നും. അന്നേരം നമ്മൾ കറി റെഡിയായി വന്നിട്ടുണ്ട്. അന്നേരം അതിൻ്റെ അകത്തേക്ക് ലേശം കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ കറി റെഡിയാക്കി അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അധികം ഞാൻ വറ്റിക്കുന്നില്ല, കുറച്ച് ചാറ് വെക്കുന്നുണ്ട് കേട്ടോ. അന്നേരം തക്കാളിക്കറീൻ്റെ കൂടെ പരിപ്പ് കറീൻ്റെ കൂടെ ഈ മീൻ ചാറും കൂടെ മിക്സ് ചെയ്ത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് നോക്കിയാലാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, അടിപൊളി ടേസ്റ്റ് അല്ലേന്ന്. മീനും കൂടെ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് രാവിലത്തെ തിരക്ക് പിടിച്ച പരിപാടിയുണ്ടോ. എൻ്റെ ഈ തിരക്ക് പിടിച്ച പരിപാടികളൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലൈവ് ഇടാൻ പോവാറ്. അത് നമ്മളെ കുഞ്ഞാപ്പൊടി ഒന്ന് വെട്ടിമുറിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ഇഷ്ടംപോലെ അടിച്ചു വരാനുള്ള വേസ്റ്റ് അവളവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടിച്ച് വാരലും എല്ലാം ഒതുക്കിപ്പെറുക്കി വെക്കെല്ലാം കഴിഞ്ഞു. അത് ഗ്യാസൊക്കെ തുടച്ചു, മേശയൊക്കെ തുടച്ചു. എനിക്ക് കഴുകാനുള്ള പാത്രങ്ങളുണ്ട്, ഒരു കൂമ്പാര പാത്രമുണ്ട് കഴുകാൻ. അതൊക്കെ കഴുകി എൻ്റെ എല്ലാ കലാപരിപാടികളും പകലത്തെ എല്ലാം കഴിഞ്ഞു. ഇത് പിന്നെ സന്ധ്യക്കുള്ള വീഡിയോ ഉണ്ടോ. ചാണ്ടം വൈകുന്നേരം കടയിൽ പോയപ്പോൾ തലേ ദിവസം ഒരു ബിരിയാണി കഥ പറഞ്ഞിരുന്നു. അതിന് ശേഷം എല്ലാവർക്കും ബിരിയാണി പൂതി വന്നു. ഞാൻ പിന്നെ ബിരിയാണി, നെയ്ച്ചോറ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതാ പൊറോട്ട പാർസൽ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മീൻകറി ഉണ്ട്. അന്നേരം എനിക്ക് പൊറോട്ടയും മീൻകറിയുണ്ട്. കുട്ടികൾക്ക് അവരച്ഛനും മക്കളും കൂടി ബിരിയാണി കഴിക്കേണ്ട. കുഞ്ഞാപ്പൂന് അവരൊരു പിടി മാറ്റി കൊടുത്തിട്ടുണ്ട്. അവൾ അതിൻ്റെ അകത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അതിൽ
തന്നെ അങ്ങോട്ട് കഴിച്ചോളൂ, ഇനി പാത്രത്തിലാക്കണ്ടല്ലോ പറഞ്ഞിട്ട് അവരങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ നമ്മൾ നീട്ടി നീട്ടി വെച്ചാൽ ശരിയാവില്ല. ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ ഈ ഒരു സുഖം കിട്ടൂല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.